കാർഷിക മേഖലയുടെ വളർച്ചയിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അർബൻ കിസാൻ അഗ്രി സൊസൈറ്റി ലിമിറ്റഡ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നിലമ്പൂരിൽ ഇങ്ങനെ ഒരു മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ സൊസൈറ്റി ഉണ്ടാവുകയും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്തു. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കേരളത്തിൽ വളർന്നു വരുന്ന സഹകരണ പ്രസ്ഥാനത്തിന് ഒരു ഭീഷണിയായി മാറില്ല എന്ന് കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാധാരണ ഇവിടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പലതും വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആസ്ഥാനം മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എവിടെയെങ്കിലും. പക്ഷെ ഇതിന് ഞാൻ കാണുന്ന ഒരു കാര്യം, ഇത് കേരളത്തിൽ കോഴിക്കോട് തന്നെ ആസ്ഥാനമായിട്ടുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ് എന്നുള്ളത്. എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ഹെഡ് ഓഫീസിൽ പോകണമെങ്കിൽ മഹാരാഷ്ട്രയിലും കർണാടകത്തിലൊന്നും പോകാം, നേരെ നമുക്ക് കോഴിക്കോട് പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകര് ഇന്ന് കാർഷിക വൃത്തി ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം. പണ്ട് കാലത്തൊക്കെ നിങ്ങൾക്കൊരു കല്യാണാലോചന വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇത്ര പറ നെല്ല് വീണ കളവുള്ള അല്ലെങ്കിൽ പത്തായമുള്ള അല്ലെങ്കിൽ നെല്ലറയുള്ള വീടാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന്റെ ധനത്തിനെ സമ്പത്തിനെ കുറിച്ചുള്ള ഒരു അളവ് പോലെയായി. കാർഷിക മേഖലയിൽ കൂടുതൽ ഉൽപാദനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ കാർഷിക കൂട്ടായ്മകൾ രൂപീകരിച്ച് ഉൽപാദന വർധനവും അതുവഴി കർഷകർക്ക് വരുമാനം ഉറപ്പുവരുത്തുകയുമാണ് സൊസൈറ്റി പ്രവർത്തനം വഴി ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നിയമങ്ങൾക്ക് വിധേയമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ കിസാൻ അഗ്രി സൊസൈറ്റി ലിമിറ്റഡിന്റെ 9ാമത് ശാഖയാണ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. കാനറ ബാങ്കിന് സമീപം മലബാർ ഷോപ്പിംഗ് മാളിലാണ് നിലമ്പൂർ ശാഖ പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ സജി PM അധ്യക്ഷത വഹിച്ചു. 78 വർഷമായിട്ട് ഇന്ത്യയിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ആശയം 1984 ഇന്ദിരാഗാന്ധിയാണ് അതിനൊരു അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്ന് ഒരു യഥാർത്ഥ രൂപത്തിലേക്കാക്കിയത്. അത് 2021 വരെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഡിവിഷൻ മാത്രമായിരുന്നു. പക്ഷേ 2021 കേന്ദ്രത്തിൽ ഒരു മന്ത്രാലയം രൂപീകരിക്കുകയും അതിന്റെ അധ്യക്ഷനായിട്ട് അമിത്ഷാ വരികയും ചെയ്ത ഒരു സാഹചര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2030 കൂടിയിട്ട് ഇന്ത്യയിലൊരു കാർഷിക വിപ്ലവം പ്ലാൻ ചെയ്യുന്നത്. ആ കാർഷിക വിപ്ലവം പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അർബൻ കിസാൻ അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ബയോലോഗ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 20 അപ്രൂവല് നമ്മുടെ സൊസൈറ്റി കിട്ടിയിട്ടുണ്ട്. ആ 20 അപ്രൂവല് മാത്രം ഞാൻ പറയാം നമ്മുടെ സൊസൈറ്റി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ സൊസൈറ്റിക്ക് സ്വന്തമായിട്ട് വളങ്ങൾ നിർമ്മിക്കാനുള്ള അപ്രൂവൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിക്ക് നഴ്സറികള് തുടങ്ങാനുള്ള അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, നിലമ്പൂർ കൃഷി ഓഫീസർ ടി വിശാഖ, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ സിനി സുരേന്ദ്രൻ, സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ അനീഷ് ചോഴി, പ്രൊമോട്ടർ ജയദേവൻ, ലീഗൽ അഡ്വൈസർ വേലായുധൻ, ബോർഡ് മെമ്പർ ചന്ദ്രമോഹനൻ, CEO ഷിൽജ മനോജ്, നിലമ്പൂർ CFO കോർഡിനേറ്റർ ബിനു നായർ തുടങ്ങിയവർ സംസാരിച്ചു.